ഇന്നലെ ദീപികാരുണ്യ ആരാധനയുടെ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് നൽകിയിരുന്നു അല്ലേ? സാമ്പത്തിക കടബാധ്യതയുടെ ആ വലിയ തകർച്ചയിൽ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന ഒരു മകന്റെ സാമ്പത്തിക കടബാധ്യത, പിന്നെന്താ ഞാൻ പറഞ്ഞു, ബിസിനസ് ചെയ്ത തകർച്ചയിൽ നിന്ന് അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുന്നു, ആ മകന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടുന്നു എന്നൊരു ശക്തമായ മെസ്സേജ് ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ശേഷം ഈ മകന് കുടുംബം വന്നു. ഈ മകന്റെ ബിസിനസ് തകർന്ന് വലിയൊരു കടബാധ്യത, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക. ആർക്കോ പണം കൊടുക്കാൻ കുറേ വിഷമത്തിലാണോ? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവം ഇടപെട്ട് കഴിഞ്ഞു, ധൈര്യമായിട്ട് പോയി കൊള്ളാൻ പറഞ്ഞു. കർത്താവ് ഇന്നലെ ആരാധനയിൽ പങ്കെടുത്തു, ഇന്നലെ വചനം കേട്ടു. ഇന്ന് ഈ മകന്റെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ലൗസൺ. ഞാൻ ചവറ തലമുകിൽ ഇടവകയിൽ നിന്ന് വരുന്നു. 2016 മുന്നേ വരെ ഞാൻ ദുബൈയിൽ ഷെയ്ഖ് പാലസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. എൻ്റെ പപ്പ ഇവിടെ സീ ഫുഡിൻ്റെ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ പപ്പായെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ പപ്പയോടൊപ്പം ഞാൻ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്തു. 3-4 വാഹനങ്ങൾ എടുത്തു. ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കൊറോണ എന്ന വിപത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ് മൊത്തത്തിൽ തകർന്നു. വാഹനങ്ങളെല്ലാം കടത്തിലായി. 4 വാഹനങ്ങളുണ്ട്. വാഹനങ്ങൾ കടത്തിലായി. 10-18 ലക്ഷം രൂപ മേളിൽ ബാധ്യതയായി. അതിനപ്പുറം ലോൺ, ബാങ്ക് ലോൺ, എല്ലാ കാര്യങ്ങളും കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ ഡിസംബർ 11 എൻ്റെ പപ്പ എന്നെ വിട്ടുപോയി. എല്ലാ ദിവസവും 3 മണിക്ക്, വെളുപ്പിനെ 3 മണിക്ക് ജപമാല അർപ്പിക്കുന്ന എൻ്റെ പപ്പ ജപമാല അർപ്പിച്ച് കഴിഞ്ഞ് വീടിൻ്റെ പുറത്ത് വന്ന് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഹാർബറിൽ പോയി തിരിച്ച് വരുമ്പോൾ 6 മണിക്ക് എൻ്റെ പപ്പ പുറത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഈ സാക്ഷ്യം ബ്രദർ ഇങ്ങനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഒരു മകനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രിയാണ്, ഈ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പൂർണ്ണമായി ഉറങ്ങിയത്. ഞാനും എൻ്റെ ഭാര്യയും അത് തന്നെ രാത്രി 2 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പപ്പ മരിച്ചു കിടന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്കൊരു ധ്യാനം അത്യാവശ്യമായിട്ട് കൂടണം. ഈ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് വന്നത്. അതിനുശേഷം എൻ്റെ വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ വിറ്റാൽ മാത്രമേ എൻ്റെ ബാധ്യതകൾ തീരുകയുള്ളൂ. ഈ പപ്പ മരിച്ച് ഡിസംബർ 11 പപ്പ മരിച്ച് അന്ന് മുതൽ വാഹനങ്ങൾ, അതിനുശേഷം ആ 7:30 കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ വിൽക്കുവാനായി ഞാൻ ഒരുപാട് ആൾക്കാർ വന്ന് വാഹനങ്ങൾ കാണുന്നു. ആർക്കും ഇഷ്ടമല്ല. കാര്യം അതുമാത്രമല്ല, ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കാൻ വലിയ വലിയ പാർട്ടികൾ തന്നെ വന്ന് വേണം. അങ്ങനെ ഇന്ന് എൻ്റെ 2 വാഹനങ്ങൾ സെയിലായി. അതിൻ്റെ കടം തീർക്കുവാൻ വേണ്ടി നാളെ രാവിലെ ഞാൻ എറണാകുളത്തേക്ക് പോകുകയാണ്, ഒരു പാർട്ടിക്ക് കൊടുക്കാനുള്ള പൈസയുമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതമാണ്. ഈ മരണത്തോട് അടുപ്പിച്ച് തന്നെ എൻ്റെ മകൻ ഒരു 1.5 മാസത്തോളമായി എൻ്റെ മകൻ്റെ കാല് അനക്കാൻ പറ്റുകയില്ല. അവൻ്റെ ബോണിൻ്റെ ഭാഗത്ത്, അതായത് ഇടുപ്പല്ലിൻ്റെ ഭാഗത്ത്, വലതുവശത്തെ ഇടിപ്പല്ലിൻ്റെ ഭാഗത്ത്, കൊച്ചുകുട്ടികളുടെ ഇടുപ്പല്ല് വളർന്നു വരുന്ന സമയത്ത് ഒരു ഒരു പൗഡർ രൂപത്തിലാണ് ഈ ഇടുപ്പല്ലിൻ്റെ ഭാഗത്ത് നിന്ന് പൗഡർ രൂപത്തിലേക്ക് പുറത്തു വരുന്നു എന്നൊരു എക്സ്റേയിൽ കണ്ടു. ഞങ്ങൾ വേദന കാരണം എൻസിആറിൽ ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ MRI സ്കാൻ ചെയ്തു. ആ എക്സ്റേയിൽ ചെയ്തിരുന്ന അതേതിനേക്കാട്ടിൽ കൂടുതലായിട്ട് തന്നെ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. 1.5 മാസമായി സ്കൂളിൽ പോയിട്ട്. ഇപ്പോൾ അതിനുശേഷം അവൻ സ്കൂളിൽ പോയത് ഇന്നലെ മുതലാണ് സ്കൂളിൽ പോയത്. ഈ ധ്യാനത്തിന് പോയതിന് ശേഷം വന്നതിന് ശേഷം ട്യൂഷൻ ക്ലാസ്സിൽ പോലും പോയത്. ഇന്നലെ ഇവിടെ ബ്രദർ പ്രാർത്ഥിക്കുന്ന കാലിന് വേദനയുള്ള കുട്ടികളെ അനുഗ്രഹിക്കും. അതിനുശേഷം ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ മണ്ണിൽ വെച്ച് തന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ അവനുണ്ടായ അനുഭവം എന്തെന്ന് ഞങ്ങൾ പറയുന്നതിനെക്കാട്ടി നല്ലത് അവൻ പറയും. എൻ്റെ കാലിൽ പെട്ടെന്ന് വേദന തുളച്ച് കയറിയിട്ട് പിന്നെ അങ്ങ് പോയാളൊക്കെ. അതായത് ഈ മകൻ്റെ വലത് കാലിൻ്റെ ഇടുപ്പലാണ് പ്രശ്നം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു മോനെ, അല്ലേ, ഇങ്ങനെ പിടിച്ചു, ഞാനിങ്ങനെ 2 തവണ തട്ടി, അത്ര മാത്രമേ ഉള്ളൂ. മോൻ പറഞ്ഞു കേട്ടോ, വേദന കൂടിയിട്ട് വേദന കാലേന്ന് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ഇതിലെ ഇവനെ ഓടിപ്പിച്ചു. ഓടിയില്ലേ? ഓടി. ഈ സ്റ്റേജിൽ കൂടെ ഓടി കാണിക്കാവോ? ഓടിക്കേ. ഓടിക്കേ. തിരിച്ചൊന്നോടിക്കേ. ഇങ്ങ് വന്നേ. മോന് കാലിന് വേദന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഒറ്റ നിമിഷം കൊണ്ട് ഈ കുഞ്ഞിന്റെ ഇടുപ്പും കാലും കർത്താവ് ഇന്നലെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇനി ഈ മകന് നൽകിയ ഈ ഒരു വിടുതല് ഒരു അത്ഭുത വിടുതല. കാരണം ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഈ മകനെ കർത്താവ് ഇന്നലത്തെ ആരാധനയിൽ വിടുവിക്കുന്നത്. കർത്താവിൻ്റെ ശക്തമായ മെസ്സേജ്. ഇന്നലെ ആ മെസ്സേജ് കേട്ടവരൊക്കെ ഇത് കൈവച്ച് കാണിച്ചേ. ആ സന്ദേശം കേട്ടവർ എല്ലാവരും ഉണ്ട്.
കർത്താവിൻ്റെ ശക്തമായ മെസ്സേജ് ആയിരുന്നു. അത് ഇന്ന് രാവിലെ നടന്നതാണ് അല്ലേ? ഇന്ന് രാവിലെ ആ വാഹനത്തിൻ്റെ ബിസിനസ് നടന്നു, പണം കിട്ടി, ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. നമ്മുടെ ദൈവം എത്രയോ കാരുണ്യവാനാണ്. ഹല്ലേലൂയ. ഈ മണൽപ്പുറത്തിരുന്ന് നിങ്ങൾ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ജീവിത ഭാരങ്ങളും വിഷമങ്ങളും കർത്താവിന് കൊടുക്കുമ്പോൾ ഉറപ്പാണ് സ്വർഗത്തിൽ നിന്ന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മറുപടി നൽകുന്നവനാ, അനുഗ്രഹിക്കുന്നവനാ. ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മുടെ പാപത്തിനൊത്ത് നമ്മളെ ശിക്ഷിക്കത്തില്ല, നമ്മളെ തള്ളിക്കളയത്തില്ല, നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കടഭാരങ്ങള്, ജീവിത ദുഃഖങ്ങള്, പ്രയാസങ്ങള് എല്ലാം അവൻ ഏറ്റെടുക്കും.